അപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ജൂറിസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയട്ടെ. എല്ലാവരും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചേ, നമുക്ക് പഠിച്ച അത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഫാർമസി ആക്ടിനെ പറ്റിയിട്ടാണ്. ഫാർമസി ആക്ട് 1948 ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഫാർമസി ആക്ട്, സുപ്രിയ? എന്തിനു വേണ്ടിയായിരുന്നു? സോ നമ്മൾ ഫാർമസി ആക്ട് ആണ് പറയുന്നത്. ഫാർമസി ആക്ട് 1948 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഫാർമസി ആക്ട്? ഫാർമസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫാർമസി ആക്ട് 1948 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. PCI ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇയർ ഏതാണ്? എല്ലാവരും വീഡിയോ ഒന്ന് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തോണ്ടായിരിക്കും അല്ലെ? ആര് വീഡിയോ ഓൺ ആക്കാത്തത്? ഓക്കെ, സോ 1949 PCI ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. PCI ഓരോ 5 വർഷം കൂടുമ്പോഴും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇൻ മോഡേൺ പെർസ്പെക്റ്റീവ് ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ കൺസിഡേർഡ് ടു ബി എ മെമ്പർ ഓഫ് ഹെൽത്ത് കെയർ ടീം. എന്തുകൊണ്ടാണ് PCI ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫാർമസിസ്റ്റിനെ ഇപ്പൊ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫാർമസി കൗൺസിലിന്റെ കാര്യമാണ് പറയുന്നത്. ഫാർമസി കൗൺസിലിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ്? മറന്നുപോയ ഒരു ഫാർമസിസ്റ്റിന് വേണ്ടുന്ന മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറയുക. അതേപോലെ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസിനെ ഡ്രാഫ്റ്റ് ചെയ്യുക. ദെൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ത്രൂ ഔട്ട് ദ കൺട്രി മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഓരോ ഫാർമസി, ഞാൻ പറഞ്ഞ കോളേജിലൊക്കെ വരുന്ന കാര്യം ആലോചിക്കുക. ഫാർമസി കോളേജുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. ദെൻ ഇത്ര കാലം പഠിക്കണം, എപ്പോഴാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം സെൻട്രൽ രജിസ്റ്ററിൽ നമ്മുടെ ഫാർമസിന്റെ പേര് എൻട്രി ചെയ്യിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി അതേപോലെ നമ്മൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് 3 തരത്തിലുള്ള മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, സോ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിംഗ് 6 മെമ്പേഴ്സ്. ആ 6 മെമ്പേഴ്സിനകത്ത് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. 1 ഫ്രം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോഗ്നോസി. ഏതെങ്കിലും ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റഡ് കോളേജിൽ നിന്നോ ആയിരിക്കണം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിരിക്കണം ഈ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, ദെൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, അതേപോലെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇലക്ടഡ് മെമ്പേഴ്സിനകത്ത് ആരൊക്കെയുണ്ട്? 6 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരാള് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിക്കകത്തോ ഫാർമക്കോളജിക്കകത്തോ ഫാർമക്കോഗ്നോസിക്കകത്തോ ആരായിരിക്കും? ഒരു ടീച്ചർ ആയിരിക്കും ഒരാൾ, കേട്ടോ. ആൻഡ് ഒരാളെന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരാളായിരിക്കും ഇലക്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ അവരുടെ മെമ്പേഴ്സിന്റെ അടുത്തു നിന്നും ഒരാളെ സെലക്ട് ചെയ്തെടുക്കും. അങ്ങനെ 3 ഇലക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, 6 മെമ്പേഴ്സ്. അതിനകത്ത് ആരെങ്കിലും ഒരാൾ ഫാർമസിയിലെ ടീച്ചർ ആയിരിക്കും. ദെൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂസ് ചെയ്യുന്ന ഒരാൾ, അതേപോലെ തന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, സ്റ്റേറ്റ് കൗൺസിൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ. നോമിനേറ്റ് മെമ്പേഴ്സിനകത്ത് ആവുമ്പോഴോ എങ്ങനെയാണ്? 6 മെമ്പേഴ്സ് ഉണ്ടാവും. ആ 6 മെമ്പേഴ്സിൽ നോമിനേറ്റ് ചെയ്യുന്നത് 4 പേരെങ്കിലും ആയിരിക്കണം ഫാർമസിസ്റ്റ് ആയിരിക്കണം.
ആൻഡ് അവര് ഫാർമസി പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അവരെ നോമിനേറ്റ് ചെയ്യുന്ന ആരായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് a representative each of UGC and all India Council for Technical Education. അപ്പം AICTO UGCO റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരാള്, ദെൻ ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരാൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് വരുന്നത്. ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് കാണാറുണ്ട് കേട്ടോ. ഇനി പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് സെൻട്രൽ കൗൺസിൽ, അതാണ് ഇന്നത്തെ പുതിയ ടോപ്പിക്. പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് സെൻട്രൽ കൗൺസിൽ. The president and vice president of central council elected by the members of the council from among themselves. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അല്ലെ, അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർ ആരെ കണ്ടുപിടിക്കുന്നത്. പറഞ്ഞ ഓർക്കുന്നില്ല ഈ ടോപ്പിക്സ് ഒക്കെ? അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവരൊരു പ്രസിഡന്റിനെയും അതേപോലെ തന്നെ ഒരു വൈസ് പ്രസിഡന്റിനെയും അവര് ചൂസ് ചെയ്യാം. ആൻഡ് എത്ര നാളാണോ അവരുടെ എക്സ്പയറി, അത്രയും കാലം അവരെന്ത് ചെയ്യും, ആ ഒരു ടെൻഡർ തീരുന്നത് വരെ അവർ ആ പൊസിഷനിൽ ഇരിക്കും. ദെൻ പുതുതായിട്ടുള്ള റൂൾസ് വരുന്നു, ഫാംഡി പോലെയുള്ള പുതിയ പുതിയ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? ജോയിന്റ് സ്റ്റേറ്റ് ഫാർമർ സെൻട്രൽ രജിസ്റ്റർ ഞാൻ പറഞ്ഞില്ലല്ലോ, സെൻട്രൽ രജിസ്റ്റർ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന എത്ര ഫാർമസിസ്റ്റ് ഉണ്ടോ ഇത്രയും ഫാർമസിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു ബുക്കാണ് സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 50A അണ്ടർ ദ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1976 അനുസരിച്ചിട്ടാണ് നമുക്ക് എന്തുള്ളത്, സെൻട്രൽ രജിസ്റ്റർ ഉണ്ടാവുന്നത്. ഓക്കെ, 15A ഒന്ന് പറഞ്ഞേ, 15A 1976 അനുസരിച്ചിട്ടാണ് നമുക്ക് ആരുണ്ടാവുക, വി വിൽ പ്രൊവൈഡ് ദ സെൻട്രൽ കൗൺസിൽ. ഓക്കെ, സോ അപ്പൊ സെൻട്രൽ കൗൺസിൽ എന്താണ്, സെൻട്രൽ കൗൺസിലിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാം. സെൻട്രൽ കൗൺസിൽ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന എല്ലാ ഫാർമസിസ്റ്റിന്റെയും പേര് ആ രജിസ്റ്ററിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കടമ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ പറയുന്നത് സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഫാർമസിസ്റ്റ് ആണ് അണ്ടർ സെക്ഷൻ 15A. ഏത് സെക്ഷൻ അണ്ടറിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അണ്ടർ സെക്ഷൻ 15A അമെൻഡ്മെന്റ് ആക്ട് 1979, സെൻട്രൽ കൗൺസിൽ ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ that the register of the pharmacist to known to be as central register. അതായത് നമ്മൾക്കറിയാവുന്ന എല്ലാ ഫാർമസിസ്റ്റും സെൻട്രൽ രജിസ്റ്ററിൽ അവരുടെ പേര് എൻട്രി ചെയ്യിച്ചാൽ മാത്രമേ അവർ എന്തായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ, ഒരു ഫാർമസിസ്റ്റ് ആണെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. ആൻഡ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ഓൾ പേഴ്സൺസ് whose names are entered in the register for a state. Okay, so അപ്പോ എല്ലാ ആൾക്കാരും അവരുടെ പേര് ആ സെൻട്രൽ കൗൺസിലിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ സെൻട്രൽ കൗൺസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിലാണ് നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത്, എവറി സ്റ്റേറ്റ് കൗൺസിൽ ഹാസ് ടു സപ്ലൈ 5 copies of a state to the central council as soon as after the first day of April every year. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും ഏപ്രിലിന് മുമ്പായിട്ട്, ഓക്കെ, ഏപ്രിൽ 1 മുമ്പായിട്ട്, നമ്മൾ മാർച്ച് മാസം എപ്പോഴും നമ്മൾ ഈ ഓഡിറ്റിങ്ങിന്റെ മാസം അല്ലെങ്കിൽ കണക്ക് കൊടുപ്പ് മാസം ഇയർ എൻഡിങ് ആയിട്ട് മാർച്ചിനെ കൺസിഡർ ചെയ്യുമല്ലോ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഏപ്രിൽ 1 മുമ്പായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് 5 കോപ്പീസ് സെൻട്രൽ കൗൺസിലിന് കൊടുക്കണം എന്നാ പറയണേ. എവറി സ്റ്റേറ്റ് കൗൺസിൽ ഹാസ് ടു സപ്ലൈ 5 copies of the state to the central council as soon as after the first day of April every year. Okay, and registrar of state council should also inform all additions and other amendments in the register for a state without delay to the central council. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഏപ്രിൽ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുമ്പ് ഈ 5 കോപ്പീസ് നമ്മൾ ആർക്ക് കൊടുക്കണം, നമ്മുടെ സെൻട്രൽ കൗൺസിലിലേക്ക് നമ്മൾ കൊടുക്കണം. ആൻഡ് അവിടെ ഒരു തരത്തിലുള്ള ഡിലേയും വരുത്താൻ പാടില്ല. വിത്തൗട്ട് ഡിലേ ടു ദ
സെൻട്രൽ കൗൺസിൽ. ഓക്കെ, അതേപോലെ സ്റ്റേറ്റിന് ഒരു രജിസ്റ്റർ ഉണ്ടാവും. ഈ രജിസ്റ്ററും കമ്പൽസറി ആയിട്ട് സെൻട്രൽ കൗൺസിലിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ, ആരുടെയൊക്കെ പേര് ആഡ് ആയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് വേണം, വി ഹാവ് ടു okay. So the register of the central council has to keep the central register in accordance with the orders made by central council and should revise the central register from time to time and publish it in the Gazette of India. അപ്പം സ്റ്റേറ്റിന് രജിസ്റ്റർ ഉണ്ട്. സ്റ്റേറ്റ് എല്ലാ ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പ് സെൻട്രലിലേക്ക് ഇത് കൊടുക്കും. സെൻട്രൽ ഇത് എന്ത് ചെയ്യും, ഇത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഗസറ്റിൽ, ഇന്ത്യൻ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് PCI ആണ്. PCI എല്ലാ വർഷവും ഈ സെൻട്രൽ രജിസ്റ്റർ സമയാനുസൃതമായിട്ട് അത് എന്ത് ചെയ്യും, റീന്യൂ ചെയ്യും. റീന്യൂ ചെയ്തിട്ട് അതിനെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. Okay, next one, the central register deemed to be the public document with the meaning of the Evidence Act. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട് 1872 1872 ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരുന്നുണ്ട്. ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ രജിസ്റ്ററിനെ പബ്ലിക് ഡോക്യുമെന്റ് ആക്കി മാറ്റുന്നത് കേട്ടോ. ആൻഡ് മേ ബി അപ്രൂവ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് എ കോപ്പി ദ രജിസ്റ്റേഴ്സ് പബ്ലിഷ് ഇൻ ഗസറ്റ് ഓഫ് ഇന്ത്യ. അപ്പം ഏത് എവിഡൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ആക്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗസറ്റില് ഇത് പബ്ലിഷ് ചെയ്യുന്നത്, അത് രജിസ്റ്റർ അല്ലേ, ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്റർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. എന്തൊക്കെയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ആൻഡ് registration in the central register after receiving the report of registration of a person, the register of a state, the registrar of the central council enters the നെയിം ഓഫ് സച്ച് പേഴ്സൺ സെൻട്രൽ രജിസ്റ്റർ. അപ്പം ഈ സെൻട്രൽ രജിസ്റ്ററിലേക്ക് പേര് എൻട്രി ചെയ്യുന്ന ആൾ ആരാണ്? രജിസ്ട്രാർ ആണ് അല്ലെ. അപ്പം ഈ രജിസ്ട്രാർക്ക് കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് റിസീവ്ഡ് ആവും ഫ്രം ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, പേരുകൾ സെൻട്രൽ രജിസ്റ്ററിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫാർമസിസ്റ്റിന്റെയും പേരുള്ള ഒരു രജിസ്റ്റർ ആണ്. എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇതിന്റെ 5 കോപ്പീസ് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പ്രകാരമാണ്. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 15A 1976 അനുസരിച്ചിട്ടാണ് ഈ സെൻട്രൽ രജിസ്റ്ററിൽ പേര് എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത പേര് പബ്ലിഷ് ചെയ്യുന്നതാണ് 1872 പഴയ റൂൾ. 1872 എവിഡൻസ് ആക്ടിന്റെ പ്രകാരമാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. 1976 15A അനുസരിച്ചാണ് സെൻട്രൽ രജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് പേരുകൾ കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. സ്റ്റേറ്റ് കൗൺസിൽ അറിയാലോ. സ്റ്റേറ്റ് കൗൺസിൽ എന്താ? സ്റ്റേറ്റ് കൗൺസിൽ പറഞ്ഞേ. സ്റ്റേറ്റ് കൗൺസിൽ എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ പിള്ളേരെ. സുകന്യ, സുപ്രിയ, ഹരിയ, ശരണ്യ, രേഷ്മ എല്ലാരും ഉണ്ടല്ലോ. വീഡിയോ ഓൺ ആക്കിക്കേ, മടി കാണിക്കാതെ കേട്ടോ. സോ സ്റ്റേറ്റ് ഉണ്ട്, ജോയിന്റ് സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് കൗൺസിൽ എന്താന്ന് പറഞ്ഞേ? സ്റ്റേറ്റ് നിങ്ങളുടെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന ഏത് കൗൺസിലാ? കേരള സ്റ്റേറ്റില് അല്ലേ? കേരളയിലല്ലേ നമ്മളെല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ കർണാടകയിൽ പാസ് ഔട്ട് ആയ ഒരാളാണെങ്കിൽ അയാൾ എവിടെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്? കർണാടകയിലായിരിക്കും. അപ്പം അതേപോലെ ഓരോ സ്റ്റേറ്റിനും അവിടുത്തെ ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്. ഈ 2-3 സ്റ്റേറ്റുകൾ കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? ജോയിന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറും.
ഓക്കെ, അപ്പം സ്റ്റേറ്റിനും കുറച്ച് നിയമങ്ങളും ഉണ്ട്, ജോയിന്റ് സ്റ്റേറ്റിനും കുറച്ച് നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫോളോ ചെയ്താലാണ് പേര് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല, റിന്യൂവൽ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ചില സമയം വരാറുണ്ട്. ഇതെല്ലാം സെൻട്രൽ PCI ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് കൗൺസിൽ മീൻസ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഫാർമസി constitute under the act and include a joint state council of pharmacy in accordance with the agreement under section 20 of the act. State government shall constitute a state council consisting of the following members. ഒരു സ്റ്റേറ്റ് കൗൺസിലിൽ എത്ര മെമ്പേഴ്സ് വേണം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് കൗൺസിലും ഉണ്ടാകാം, ജോയിന്റ് സ്റ്റേറ്റ് കൗൺസിലും ഉണ്ടാകാം, എത്ര പേര് വേണമെന്നാണ് ചോദ്യം. ഓക്കെ, സോ ആദ്യം നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് കൗൺസിൽ എത്ര പേര് വേണം എന്നാണ്. 6 members elected from among themselves by registered pharmacist of the state. ഒരു സ്റ്റേറ്റിലുള്ള ഫാർമസിസ്റ്റ് അവരുടെ ഇടയിലുള്ള ഫാർമസിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേര്. 6 members ഫ്രം എവിടുന്നാണ്, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേര്. പിന്നീട് 5 പേര്, 5 members whom at least 3 shall possess a prescribed degree or diploma in pharmacy അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെമ്പേഴ്സ്. അപ്പം 6 പേര് സ്റ്റേറ്റ് അവരുടെ ഇടയിലുള്ള ഫാർമസിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേര്. ഇവര് ഫാർമസി പ്രാക്ടീസിലുള്ളവരായിരിക്കണം. ക്ലിയർ ആയോ? ഇനി അടുത്ത് പറയുന്ന 5 പേര്. ഈ 5 പേരിനകത്ത് മിനിമം 3 പേരെങ്കിലും എന്തുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, ഈ ഫാർമസി ഫീൽഡുമായിട്ട്. അത് കെമിസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി either രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നെയിം എന്താണ് അയാളെ നമുക്ക് കൺസിഡർ ചെയ്യാം. Then last one member elected from among themselves by the member of each medical council or the council of medical registration of the state. അടുത്തത് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഇലക്ട് ചെയ്തെടുക്കുന്ന ഒരു മെമ്പർ. ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ടാവുക. 6 members, 5 members and 1 member selected from the medical council. Okay. ഇനി അടുത്തത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാ പറയാൻ പോകുന്നത്. PCIയുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരായിരുന്നു? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സയൻസ്, ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ലാസ്റ്റ് ആളും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഡ്രഗ് കൺട്രോളർ. 3 ആൾക്കാര്. പക്ഷെ ഇത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് കൗൺസിൽ ആണ്, കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇവിടെയും 3 ആൾക്കാർ തന്നെയാണ്. ഒന്ന് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. ഇതാണ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. 2 the office in charge of drug controller organization of the state. 3 ഗവൺമെന്റ് അനലിസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ആളെ എളുപ്പം ഓർക്കാം, ഗവൺമെന്റ് അനലിസ്റ്റ്. ഒന്നാമത്തെ ആൾ ആരാണ്? ഒരു സ്റ്റേറ്റിന്റെ മെഡിക്കൽ ഓഫീസർ, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഏറ്റവും ആദ്യത്തെ എക്സ് ഒഫീഷ്യോ മെമ്പർ. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ MO എന്ന് ആലോചിക്കണം, സ്റ്റേറ്റിന്റെ MO, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന MO. ഓക്കെ, ഒരു സ്റ്റേറ്റിനെ മൊത്തം പറയുമ്പോൾ ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ, എക്സ് ഒഫീഷ്യോ മെമ്പറാ. അപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ MOനെയാണ് നമ്മൾ എടുക്കുക, ചീഫ് ആയിട്ടുള്ള MO മെഡിക്കൽ ഓഫീസറെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിന്റെ ഡ്രഗ് കൺട്രോളർ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഓഫീസർ ഇൻ ചാർജിനെയുമാണ് പിന്നീട് നമ്മൾ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ സ്റ്റേറ്റ് കൗൺസിലിൽ 3 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഏറ്റവും മൂന്നാമത്തെ ആളെ എളുപ്പം ഓർക്കാം, ആരാണ്? ഗവൺമെന്റ് അനലിസ്റ്റ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ആളെയും പെട്ടെന്ന് ഓർക്കാം, മെഡിക്കൽ ഓഫീസർ, ചീഫ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ. ഏറ്റവും നടുക്കുള്ളത് ആരാണ്? ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷൻ, DCO, ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷന്റെ ഓഫീസർ ഇൻ ചാർജ്. ഓക്കെ, ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷന്റെ ഓഫീസർ ഇൻ ചാർജിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടാം. ഓക്കെ, ഇനി അടുത്തത് ദ ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആരൊക്കെ ഉണ്ടാവും എന്നാണ് ചോദ്യം. ജോയിന്റിനകത്ത് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിനകത്ത് ഒരു സ്റ്റേറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ, സ്റ്റേറ്റിനകത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. ജോയിന്റ് ആകുമ്പോഴോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പൊ ചില സമയം ഇപ്പൊ മെഡിക്കൽ ഓഫീസറിന് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ, ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ഒരാള്. പക്ഷെ ഇതിനകത്താവുമ്പോ
രണ്ടിടത്തും പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചീഫ് മെഡിക്കൽ ഓഫീസറെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ രണ്ടുപേരുണ്ടാകാം, ചിലപ്പോൾ ഒരാളായിരിക്കാം. ഓക്കെ, അപ്പൊ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് രണ്ടിടത്ത് ഒരാൾ തന്നെയാണ്. മൂന്നും ചീഫ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ ഓഫീസർ, ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷൻ, ദെൻ ഗവൺമെന്റ് അനലിസ്റ്റ്. ഈ 3 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സും സ്റ്റേറ്റിനും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നീട് വ്യത്യാസം വരുന്നത് എവിടെ മാത്രമാണ്? ഇലക്ടഡ് മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 6 മെമ്പേഴ്സിന്റെ അകത്ത് 4 മെമ്പേഴ്സിന് നമ്മൾ എങ്ങനെ എടുക്കും? ഫാർമസിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് 5 മെമ്പേഴ്സ്, 5 മെമ്പേഴ്സിൽ 3 പേര് ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഒരു മെമ്പറിനെ മെഡിക്കൽ കൗൺസിൽ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സ്റ്റേറ്റ് കൗൺസിലിന്റെ. അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമല്ലേ, കേട്ടു നോക്കൂ. Not less than 3 members and not more than 5 members as the agreement shall provide elected from among themselves by the registered pharmacist of each of the participating state. അതായത് 3-ൽ കുറയാനും പാടില്ല, 5-ൽ കൂടാനും പാടില്ല. ഈ പാർട്ടിസിപ്പന്റ് കർണാടകയും കേരളയും കൂടിയാണ് ജോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഇരിക്കട്ടെ, ഈ കർണാടകയുടെയും കേരളയുടെയും മെമ്പേഴ്സിനകത്ത് 3 മുതൽ 5 ആൾക്കാരെ പരമാവധി ആകാൻ പാടുള്ളൂ. ഈ 5 ആൾക്കാർ എന്ന് പറയുന്നതിനകത്ത് മിക്കവരും തന്നെ ആരായിരിക്കണം? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, then not less than 2 members അല്ലെങ്കിൽ not more than 4 members as the agreement shall provide nominated by each participating state government. അതായത് 2-നും 4-നും ഇടയ്ക്ക് 2 less than 2 more than 4 ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ പാടില്ല. 2-നും 4-നും ഇടയ്ക്കുള്ള മെമ്പേഴ്സിനെ ആയിരിക്കും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം? നോമിനേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കറിയാം ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇലക്ടഡ് നമ്മൾ പറഞ്ഞു 3-ൽ കുറയാനും പാടില്ല, 6-ൽ കൂടാനും പാടില്ല. ഇതിനിടയിലുള്ള ആളെ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഇലക്ടഡ് മെമ്പേഴ്സ് ആകുമ്പോൾ 2-ൽ കുറയാനും പാടില്ല, 4-ൽ കൂടാനും പാടില്ല. ഓക്കെ, then they are also nominated by each participating state government ആയിരിക്കും അവരെ നോമിനേറ്റ് ചെയ്യുക. അടുത്തത് 1 member elected from among themselves by the member of each medical council of the medical registration of the participating state. ഏറ്റവും അവസാനത്തെ മെമ്പറെ മെഡിക്കൽ കൗൺസിൽ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പം സ്റ്റേറ്റും ജോയിന്റും എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കുക, മെഡിക്കൽ കൗൺസിലിൽ എന്തായാലും ഒരു മെമ്പർ ഉണ്ടാവും. ഫാർമസിസ്റ്റുകളുടെ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും ഏതിനകത്ത് വരും? സ്റ്റേറ്റ് അല്ലെങ്കിൽ ജോയിന്റിനകത്ത് വരും. എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് മാത്രമേ സ്റ്റേറ്റിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ അനലിസ്റ്റ് ഉണ്ടാവും, അതേപോലെ ഒരു മെഡിക്കൽ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഒരാൾ ഉണ്ടാവും. ആരാണോ ഇൻചാർജ് ഓഫ് ദ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ അവരുണ്ടാവും. പക്ഷെ ജോയിന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ ഓഫീസർ ഇൻചാർജ് 2 സ്റ്റേറ്റും 2 ആൾക്കാരുണ്ടാകാം. സോ ഇൻ ബിറ്റ്വീൻ ദം ഒന്നെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ അവർ ലയിച്ചിട്ട് 2 പേരായിട്ടും അവർക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് മെമ്പേഴ്സിനെ പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പൊ ആരൊക്കെ മെമ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ എക്സ് ഒഫീഷ്യലേ ചോദിക്കത്തുള്ളൂ ചോദിക്കാനാണെങ്കിൽ. അപ്പൊ PCIയുടെ ഇവരും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. PCIയുടെ മെമ്പേഴ്സിന് പ്രത്യേകത എന്താ? ഡ്രഗ് കൺട്രോളർ, ഡയറക്ടർ ജനറൽ, എല്ലാം ഡയറക്ടർ, എല്ലാം വലിയ വലിയ ഇത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം അത് PCI സെൻട്രൽ ആ. സ്റ്റേറ്റ് വരുമ്പോ ആരൊക്കെയാ? ഒരു സ്റ്റേറ്റിന്റെ ഇൻചാർജ്, ഒരു ഗവൺമെന്റ് അനലിസ്റ്റ്, എല്ലാം കുറച്ച് ലോക്കൽ ആയിട്ട് വിചാരിക്കാം. ഓക്കെ, സോ അപ്പം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് തെറ്റിപ്പോവാം. ഈ പറയുന്ന ഓപ്ഷനകത്ത് ഒരാളെ വേണമെങ്കിൽ അഡീഷണലി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ച ആൾക്കാർക്ക് ഇത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. പക്ഷെ 2 പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് PSC എക്സാമിന് ഇരിക്കുമ്പോൾ ഡൗട്ട് വരണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു. 2 ഏരിയ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത 2 or more state government may agree to establish a joint state council for all participating states or agree that the state council of state must respond to the need of the participating state. അത് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കേരളയും കർണാടകയും കൂടെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ഫാർമസി കൗൺസിൽ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പം ഇവര് തമ്മിൽ കുറച്ച് ഉടമ്പടികൾ ഒപ്പുവെക്കും അല്ലെ? ഇവര് കുറച്ച് നിയമങ്ങൾ വെക്കും. അതായത് നിങ്ങളുടെ ഇത്ര സ്റ്റുഡൻസിനെയും 1 മാസം നമുക്ക് എൻട്രി ചെയ്യാം, നിങ്ങളുടെ ഇത്ര സ്റ്റാഫ് വർക്ക് ചെയ്യും, ഞങ്ങളുടെ ഇത്ര സ്റ്റാഫ് വർക്ക് ചെയ്യും. അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ആദ്യം തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവർ പറയുന്നത്, പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കണ്ടീഷൻസ് എഗ്രി ചെയ്യും. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി, ഒന്നും എഴുതണ്ട കേട്ടോ. The membership of the State Pharmacy Council may be augmented by not more than 2 persons nominated by each of the state government by which at least one always have a degree or diploma in pharmacy അല്ലെങ്കിൽ pharmaceutical chemistry. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ അകത്ത് നമ്മളിപ്പോ നോമിനേറ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 2 പേരിൽ കുറയാൻ പാടില്ല. ഇലക്ടഡ് മെമ്പേഴ്സ് 2 to 4-ന്റെ ഇടയ്ക്കായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ടഡ് മെമ്പേഴ്സ് 3 to 6-ന്റെ ഇടയ്ക്കായിരിക്കണം. ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ.
മനസ്സിലായോ? ആ ഒരു എണ്ണം ജോയിന്റിന്റെ അകത്ത് തീരുമാനിക്കുന്നത് ആ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. ഇതിനകത്തിപ്പം ഒരു ഫാർമസി കൗൺസിലിൽ 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരുടെ തീരുമാനങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ 5 പേര്, ഈ 2ൽ കുറയാനും പാടില്ല, 4ൽ കൂടാനും പാടില്ല. പിന്നെ മറ്റേടത്താണെങ്കിലോ 3ൽ കുറയാനും പാടില്ല, 5ൽ കൂടാനും പാടില്ല. ഇത്രയും ആൾക്കാരെ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് 2 സ്റ്റേറ്റിലെയും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുമാരായിരിക്കും. ഓക്കെ. ഇനി ചെലവുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, വൈറ്റ് കോട്ട് സെറമണി നടത്തണം, അല്ലെങ്കിൽ ഓരോ വർഷം ഫാർമസി ഡേയിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ ഇത് ഒരു സ്റ്റേറ്റിന് മാത്രമാണെങ്കിൽ ആ സ്റ്റേറ്റിന് മാത്രം കാര്യം നോക്കിയാൽ മതി. പക്ഷെ 2 സ്റ്റേറ്റും കൂടെ വരുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഓരോ ചെലവുകളും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ. ഒരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും? ഉള്ള ചെലവുകൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കേട്ടോ. So the amount of expenditure to be shared between the state and may make other provisions for giving effect to the agreement. The interstate government shall be published in the official gazette of the participating state. So the interstate agreement shall be published. അപ്പം ഓരോ ഗവൺമെന്റും ഗസറ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പഠിച്ച് കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഗസറ്റിലെ പബ്ലിക്കേഷൻസ് ഇങ്ങനെ ഗ്രൂപ്പ്സിൽ വരാറുണ്ട്. അത് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷിംഗ് നമ്മൾ ഗസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഓരോ ഗവൺമെന്റിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സോ ഇന്റർ സ്റ്റേറ്റ്, ഈ 2 സ്റ്റേറ്റുകളും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. ഈ എഗ്രിമെന്റ് എന്ത് ചെയ്യും? ദിസ് എഗ്രിമെന്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ official gazette. Okay, so ഇതെന്ത് ചെയ്യും? official gazetteൽ ഇത് പബ്ലിഷ് ചെയ്യും. Okay, then the president and the vice president of the state council are elected by members from among themselves, provided that for 5 years from the first constitution of the state council. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. 5 വർഷ കാലാവധിയിലേക്ക് ഇവർ നിലനിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് കൗൺസിലാണെങ്കിലും ജോയിന്റ് കൗൺസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഫോർ എ പീരീഡ് ഓഫ് 5 years അല്ലെ. 5 yearsന് അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. സോ ഈ 5 yearsലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൗൺസിൽ രൂപീകരിക്കുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം? മെമ്പേഴ്സിനെ എല്ലാം പറഞ്ഞുവിടും. വീണ്ടും ഇലക്ഷൻ നടത്തിയിട്ടായിരിക്കും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഒരിക്കൽ പങ്കെടുത്ത മെമ്പേഴ്സ് വീണ്ടും ഇലക്ഷന് എലിജിബിൾ ആണോ ഇൻഎലിജിബിൾ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പറഞ്ഞേ പിള്ളേരെ, നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ, ഒന്ന് പറഞ്ഞേ. ഒരു പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെമ്പേഴ്സിന് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും എന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ ജൂറിസ് ഇങ്ങനെ മിണ്ടാതിരുന്ന് കേട്ടിട്ട്? മിണ്ടാട്ടോ ഇല്ല, വീഡിയോയിലും ഇല്ല, എല്ലാം അവിടെ നിന്ന് ഉറങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പം എല്ലാ 5 വർഷം കൂടുമ്പോഴും പിരിച്ചുവിടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരുമിച്ച് വന്നിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവർക്ക് വീണ്ടും ഇലക്ഷന് നിൽക്കാം. ഇപ്പൊ KC വേണുഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നു, വീണ്ടും KCക്ക് നിൽക്കാൻ പറ്റില്ലേ? നമ്മുടെ ഫാർമസി കൗൺസിലും അങ്ങനെ തന്നെയാ. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ ആരും മിണ്ടുന്നില്ല. അപ്പൊ എന്ത് വേണം? ഇത് തന്നെ എടുത്തു പോവാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. ഞാൻ ബാക്കി പറയാൻ പോവാണ്. വീഡിയോ ഓൺ ആക്കി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിച്ചിരിക്കും. നെക്സ്റ്റ് ഈസ് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കാഷ്വൽ വേക്കൻസീസ്. എത്ര വേക്കൻസീസ് വരും, എത്ര നാൾ ഈ ഓഫീസിൽ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റും? ഓക്കെ. നോമിനേറ്റഡ് അല്ലെങ്കിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ഹോൾഡ് ഓഫീസ് ഫോർ എ ടൈം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് ഇലക്ഷൻ. നമ്മൾ പറഞ്ഞു 5 വർഷത്തേക്ക് നോമിനേറ്റഡ് മെമ്പേഴ്സിനും ഇലക്ടഡ് മെമ്പേഴ്സിനും ഈ പർട്ടിക്കുലർ കാലാവധി തീർക്കാം. ഈ നോമിനേറ്റഡ് ഓർ ഇലക്ടഡ് മെമ്പേഴ്സ് അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും they can resign their membership by writing to the president and such seat thereupon become vacant. അതായത് ഞാൻ പറഞ്ഞു ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു നോമിനേറ്റഡ് മെമ്പറിനോ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റിനോ എപ്പ വേണമെങ്കിലും ഫാർമസി കൗൺസിലിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം?
ഇവർക്ക് അവിടുന്ന് ഇറങ്ങി പോവാം, പ്രശ്നമില്ല. പക്ഷേ 5 വർഷം കാലാവധിയിലല്ലേ നമ്മൾ ഇവരെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ഒരു വേക്കൻസി എന്ത് ചെയ്യും, ആ ഒരു സീറ്റ് അവിടെ വേക്കന്റ് ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ, ഇറ്റ് വിൽ റിമൈൻ വേക്കന്റ്. ഇഫ് എനി മെമ്പർ ഈസ് ആബ്സെന്റ്, ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ആരെങ്കിലും ആബ്സെന്റ് ആണ് വിത്തൗട്ട് സഫീഷ്യന്റ് എക്സ്ക്യൂസ് ഇൻ ദ ഒപ്പീനിയൻ of the state council for 3 consecutive meeting of the state council, he shall be deemed to have vacated his seat. Okay, so അപ്പം എന്താ നമ്മൾ പറഞ്ഞ, ഇതിനകത്ത് ആരെങ്കിലും ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സഫിഷ്യന്റ് അല്ലെങ്കിൽ വിത്തൗട്ട് പ്രോപ്പർ റീസൺ 3 എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ് വരെ നോക്കിയിട്ടും ഇവർ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഡീബാർ ചെയ്യും. എക്സെപ്റ്റ് ആര്, ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോ എന്താ പറഞ്ഞ, ഏതെങ്കിലും മെമ്പേഴ്സ് 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗിൽ ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യും, നമ്മൾ അവരെ ഡീബാർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് മെമ്പർ ഹു ഈസ് ഇലക്റ്റഡ് ഫ്രം അമംഗ് themselves either by the registered pharmacist or by the member of the medical council of the state, അല്ലെങ്കിൽ മെഡിക്കൽ രജിസ്ട്രേഷനിലുള്ള ആരെങ്കിലും ഈ ഒരു സീറ്റ് വേക്കന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിനെ അവിടെ എൻട്രി ചെയ്യിക്കാനുള്ള പെർമിഷൻ ആയിട്ട് ആർക്കും ഇല്ല. മനസ്സിലായോ? 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗിന് ഒരു പർട്ടിക്കുലർ മെമ്പർ വന്നിട്ടില്ല, നമ്മൾ ഡീബാർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇതിന് ചുമ്മാ ഏതെങ്കിലും ഒരാൾക്ക് ഓക്കെ ഞാൻ ഇതിന്റെ വലിയൊരാളാണ്, നിങ്ങൾ കയറി ഇരുന്നോ എന്ന് പറയുന്നത് നമുക്ക് അവരെ അവിടെ ഇരുത്താൻ പറ്റില്ല. അതാണ് പറയുന്നത് മെമ്പർ ഹു ഈസ് ഇലക്റ്റഡ് ഫ്രം among themselves either by the registered pharmacist, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മെഡിക്കൽ കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മെഡിക്കൽ രജിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും as the case may be shall have to vacate his seat as a member of state council if he ceases to be a registered pharmacist or ceases to be a medical council or medical council of medical registration of the state as the case may be. ഇത്രേ ഉള്ളൂ. ഒരാൾക്ക് വെറുതെ ഒരാളെ, കൂട്ടത്തിലുള്ള ഒരാളെ ഇന്നയാളില്ല നീ കയറി ഇരുന്നോ എന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അടുത്തത്, a casual vacancy of the state council filled by fresh nomination or election as the case may be, and the person nominated or elected fills such vacancy hold office only for the remaining of the term or whose takes place if case. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, അതായത് നമ്മൾ പറഞ്ഞു 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗിൽ ഒരാൾ വന്നില്ല, ഡീബാർ ചെയ്തു. അതേപോലെ ഈ വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇലക്ഷൻ നടത്തി ഒരാളെ എടുത്താൽ തന്നെയും 2ാമത്തെ വർഷത്തിലെ ഒരാളെ നമ്മൾ എടുത്തു നിൽക്കട്ടെ, മൊത്തം 5 വർഷമല്ലേ ഉള്ളൂ, അടുത്ത 3 വർഷം ഭരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ പറഞ്ഞു വിടണം. അല്ലാണ്ട് 2ാമത്തെ വർഷമാണ് കയറുന്നത് നീ 5 വർഷം പൂർത്തീകരിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ സുപ്രിയ? മനസ്സിലായോ? മനസ്സിലായി. അതായത് കേറുന്ന എന്നാണോ ആ പർട്ടിക്കുലർ തീമിന്റെ കാലാവധിക്ക് മുമ്പ് അയാൾ ഇറങ്ങിപ്പോണം. എന്ന് കയറി നാളെ, ഇന്നലെ കയറി ഇന്ന് കൊണ്ട് തീരുമെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങണം. അത്രേ ഉള്ളൂ കേട്ടോ. Then next one, member of the state council can be eligible for re-nomination or re-election. നമ്മൾ പറഞ്ഞില്ല അവർക്ക് വീണ്ടും ഇലക്ഷന് പങ്കെടുക്കാം, വീണ്ടും ഇലക്ഷൻ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കി ഇരുന്നാൽ മതി, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും, കേട്ടിരുന്നാൽ മതി. ഞാൻ ഇടയ്ക്ക് കാപ്പി കുടിക്കുക, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടതുണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാഫ് റെമ്യൂണറേഷൻ ആൻഡ് അലവൻസസ്. നിങ്ങൾ വിചാരിച്ചെന്താ ചുമ്മാ ഇവരെ അങ്ങ് പിടിച്ചിരുത്തി ഒരു പൊസിഷൻ കൊടുത്താൽ അവരോട് ഇരിക്കുവോ? ഇല്ല, അവർക്ക് പൈസ കൊടുക്കണം, ചിക്കിളി കൊടുക്കണം കേട്ടോ. അപ്പൊ എന്താ കൊടുക്കുക? വിത്ത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് കൗൺസിൽ മേ അപ്പോയിന്റ് എ രജിസ്ട്രാർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മാസ്റ്റർ കീന്റെ MCQ ചെയ്തത് അയച്ചു തന്നില്ലേ? മാസ്റ്റർ കീന്റെ MCQ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ അകത്ത് ജൂറിസ്റ്റിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, appointed registrar who act as secretary and treasurer of the state council for a period of
4 years from the first constitution of the state council. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യും. ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത് 4 വർഷത്തേക്കായിരിക്കും നിലകൊള്ളുന്നത്. ഈ 4 വർഷം ഇയാള് 2 കാര്യങ്ങൾ ചെയ്യും. സെക്രട്ടറി ആയിട്ടും നിലകൊള്ളും, ട്രഷറർ ആയിട്ടും നിലകൊള്ളും. ഓക്കെ, സെക്രട്ടറി ആയിട്ടും നിലകൊള്ളും, ട്രഷറർ ആയിട്ടും നിലകൊള്ളും. അത്രേ ഉള്ളൂ. Then appointment of such officers and servant may be required to enable state council to carry out its function. Okay, so ഇപ്പൊ നമ്മൾ കുറെ സെർവൻസിനെയും ഓഫീസേഴ്സിനെയും ഒക്കെ ഈ പ്രോപ്പർ ആയിട്ട് ഈ കൗൺസിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പം 2-3 പേരെ ഇലക്ട് ചെയ്ത് വെച്ചോണ്ട് കാര്യമില്ല. ഈ നെയിമിങ് എൻട്രിയും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എക്സിക്യൂഷനും ഒക്കെ വരുമ്പം കുറെ പ്രോസസ് പിന്നെയും ഉണ്ട്. So appointment of such other officers അല്ലെങ്കിൽ servants may be required to enable state council to carry out its function. Okay, fix the remuneration and allowances to be paid to the president, vice president, other members of the council. Already കൗൺസിൽ കൂടുമ്പോ തന്നെ പ്രസിഡന്റിന് എത്ര രൂപ കൊടുക്കണം. നിങ്ങളിപ്പം ഓരോ പ്രസിഡന്റിനെ കാണുമ്പോൾ അവര് സേവനം പോലെ ചെയ്യുന്നതല്ല. ദേ ആർ ഗെറ്റിംഗ് എ റെമ്യൂണറേഷൻ പെർ മന്ത്. ഓക്കെ, സോ ആ പ്രസിഡന്റിന് എത്ര രൂപ, വൈസ് പ്രസിഡന്റിന് എത്ര രൂപ, അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനും എത്ര രൂപ കൊടുക്കണം, അവരുടെ അലവൻസസ്, റെമ്യൂണറേഷൻ ഒക്കെ ആര് ഫിക്സ് ചെയ്യണം? നേരത്തെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, ആൻഡ് fix the pay and allowances and other conditions of service of officers and servants of that council. So അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫിനായിക്കോട്ടെ സെർവൻസിനായിക്കോട്ടെ എല്ലാവർക്കും എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ഫിക്സ് ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, അപ്പം റേറ്റ് സാലറിയുടെ കാര്യം വന്നപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെ. സോ രജിസ്ട്രാറും ട്രഷററും അതേപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യും. എല്ലാവർക്കും കൊടുക്കേണ്ട നിശ്ചിത എമൗണ്ട് എത്രയാണോ അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ കൃത്യമായിട്ടുള്ള രൂപ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിൽ മെമ്പേഴ്സിനായിക്കോട്ടെ അത് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻസ്പെക്ടർ. ഓക്കെ, സോ എ സ്റ്റേറ്റ് കൗൺസിൽ with the previous sanction of the state government may appoint sufficient number of inspectors having prescribed qualifications. So ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യും? ഇൻസ്പെക്ടേഴ്സിനെ വെക്കും. ഡ്രഗ് ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ, അങ്ങനെ കുറെ ഇൻസ്പെക്ടേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇൻസ്പെക്ടേഴ്സിന്റെ ജോലി എന്താ അവർ ചെയ്യുന്നേ? എന്താ ഡ്രഗ് ഇൻസ്പെക്ടർ ചെയ്യുന്നത്? എന്താ അറിയാവുന്ന കാര്യം ഒന്ന് പറഞ്ഞാൽ ശരിയാണോ നോക്കണം. ഡ്രഗ് ഇൻസ്പെക്ടർ എന്താ ഒരു ഫാർമസിയിൽ വന്ന ആദ്യം ചെയ്യുക? നിങ്ങൾ പറയാണ്ട് ഞാൻ ഇനി ബാക്കി പറയില്ല കേട്ടോ. റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കും. ആ എന്താ? റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കും. ഓക്കെ, ആ എത്ര നാള് കൂടുമ്പോഴാ ഫാർമസി ഇൻസ്പെക്ട് ചെയ്യുന്നത്? നിർബന്ധമായിട്ടും 2 കൊല്ലത്തിൽ ഒരിക്കൽ എന്തായാലും നോക്കിയിരിക്കണം അല്ലെ? നിർബന്ധമായിട്ടും നമ്മൾ തന്നെ ഫാർമസി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തായാലും നിർബന്ധമായിട്ടും 2 വർഷത്തിൽ ഒരിക്കൽ നോക്കണം. പ്രധാനമായിട്ടും ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ ഒരു ഫാർമസിയിൽ വന്നാൽ നോക്കുന്നത് പ്രിമിസസ് ക്ലീൻ ആണോ, ഹൈജീനിക് ആണോ, പ്രോപ്പർ ആയിട്ടാണോ, പ്ലേസ്മെന്റ്, അങ്ങനെയുള്ള കാര്യം. പെട്ടെന്ന് ഫിസിക്കലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ കാര്യം ക്ലെൻലിനെസ് ഒക്കെ ആണോ, ബോർഡ്സ് ഒക്കെ ക്ലോസ്ഡ് ആണോ, മെഡിസിൻസ് ഒക്കെ പ്രോപ്പർ സ്റ്റോറേജ് ആണോ, ഇതൊക്കെ നോക്കും. പിന്നീട് നോക്കുന്ന കാര്യം അവിടെ മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത് ആരാണ്? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണോ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? രണ്ടാമത് നോക്കുന്ന കാര്യം. മൂന്നാമത് ചില സമയം ആരെങ്കിലും ഒക്കെ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ഇന്ന മെഡിസിൻ ഇന്ന എക്സ്പയറി കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് കിട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടാം. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും ഈ ഡ്രഗ് ഇൻസ്പെക്ടർ പോയിട്ട് ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഈ പർട്ടിക്കുലർ കിട്ടിയ കംപ്ലൈന്റ് പോയി നമ്മൾ നോക്കണം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോസിക്യൂഷൻ അണ്ടർ ദ ഓർഡർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ. അതായത് ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേറ്റ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെ ഉണ്ടായിരുന്നു?
ഒരു അനലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പർട്ടിക്കുലർ ആൾക്കാർ ഓരോ തവണ മീറ്റിംഗ് കൂടുമ്പോഴും അവർ പുതിയ പുതിയ കുറച്ച് നിർദ്ദേശങ്ങളും മാറ്റങ്ങളും ഒക്കെ വെക്കും. സോ ഈ മാറ്റങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആര് വഴിയാണ്? ത്രൂ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് വഴിയല്ലേ. അവർക്കല്ലേ, അവരല്ലേ ഏറ്റവും കൂടുതൽ ഫാർമസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. Then exercise such other powers as may be necessary to give effect to some provisions of the act. അതായത് ഒരു ഫാർമസി കണ്ടക്ട് ചെയ്യുന്ന നിയമങ്ങളെ പറ്റിയിട്ടും സ്വീകാര്യതകളെ പറ്റിയിട്ടും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ ആരാണ്? ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ഇൻസ്പെക്ഷന് പോകുന്ന സമയം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ നമ്മള് ഇൻസ്പെക്ട് ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് ഡ്രഗ് ഇൻസ്പെക്ടർക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, every inspector shall be deemed to be public servant within the meaning of section 21 of Indian Penal Code. Okay, അപ്പം ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഫാർമസിയിലേക്ക് ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, ആ മെഡിസിൻസ് ഒക്കെ ഒന്ന് കാണിച്ചേ, ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഫാർമസിയിൽ ആൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ റൈറ്റ് ഉള്ളത്, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് IPC-യിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അണ്ടർ സെക്ഷൻ 21. ഞാൻ തമാശക്ക് കഥ പറഞ്ഞതല്ല കേട്ടോ, ചോദ്യം വരാം. അപ്പൊ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് തിരിച്ചു പറയാം, ഞാൻ സെക്ഷൻ 21 പ്രകാരം IPC സെക്ഷൻ 21 പ്രകാരമാണ് വന്നതെന്ന് പറയാം. ഓക്കെ, അതിനാണ് ആ ക്ലൂ പറഞ്ഞത്. എവറി ഇൻസ്പെക്ടർ ഹു വാസ് ഫൈൻഡ് ടു ബി എ പബ്ലിക് സർവന്റ് വിത്തിൻ ദ സെക്ഷൻ 21 ഓഫ് IPC. IPC-യിലെ സെക്ഷൻ 21 അനുസരിച്ച് എല്ലാ ഇൻസ്പെക്ടർക്കും എന്തായിട്ട് ആക്ട് ചെയ്യാം? ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഒരു കളക്ടറെ നമ്മൾ പബ്ലിക് സെർവന്റ് ആയിട്ടല്ലേ കണക്കാക്കുക അല്ലെ? ഇപ്പൊ UPSC കിട്ടി, IPS കിട്ടി, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരെയൊക്കെ എന്താ കൺസിഡർ ഫൈൻഡ് ടു ബി പബ്ലിക് സെർവൻസ്. പബ്ലിക്കിന്റെ ഒരു ഗുഡ് വില്ലിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആൾക്കാര്. അവരെ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ സെക്ഷൻ 21-ലാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പം any person willfully obstructing an inspector in the exercise of the powers conferred on him by or under the act or any rule made thereunder shall be punishable with imprisonment for a term which may be extended to 6 months or fine of ₹1000 അല്ലെങ്കിൽ both. അപ്പം നമ്മൾ പറഞ്ഞു IPC 21 സെക്ഷൻ 21 പ്രകാരം ഒരു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് എവിടെ വേണമെങ്കിലും കയറി ഇൻസ്പെക്ട് ചെയ്യാം, ഏത് ഫാർമസിയിൽ വേണമെങ്കിലും കയറി ഇൻസ്പെക്ഷൻ നടത്താം. ആരെങ്കിലും ഒരാള് അതിന് തടസ്സം, ആ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നാൽ അയാൾക്ക് 6 മാസം പിഴയും 1000 രൂപ പിഴയും അടയ്ക്കണം. 6 മാസം തടവും 1000 രൂപ പിഴയും, അല്ലെങ്കിൽ രണ്ടും അനുഭവിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. So a state council executive, state constitute an executive committee which consists of the president who shall be chairman of the executive committee. അപ്പൊ നമ്മള് ഇൻസ്പെക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 21 പ്രകാരം IPC പ്രകാരം ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് തന്നെയാണ് ഡ്രഗ് ഇൻസ്പെക്ടർ ആക്ട് ചെയ്യുന്നത്. ഏത് ഫാർമസി വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം. ആരെങ്കിലും അത് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ആ തടഞ്ഞ ആൾക്കെതിരെ കേസ് കൊടുക്കാം. 1000 രൂപ പിഴയോ അല്ലെങ്കിൽ 6 മാസം തടവോ അല്ലെങ്കിൽ ഇത് രണ്ടും അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞു, അടുത്തൊരു ഏരിയ ആണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ് കൗൺസിലില് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രസിഡന്റ് തന്നെയാണ് ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓക്കെ, മനസ്സിലായോ? ഈ പ്രസിഡന്റ് തന്നെയാണ് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ് വൺ, വൈസ് പ്രസിഡന്റ് അതർ മെമ്പേഴ്സ് ഇലക്ടഡ് ബൈ ദ സ്റ്റേറ്റ് കൗൺസിൽ ഫ്രം അമംഗ് ദംസെൽസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ് കൗൺസിലില് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനകത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇതിനകത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് തന്നെയാണ് ചെയർമാൻ. ഓക്കെ, രജിസ്ട്രാർ എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യും? രജിസ്ട്രാർ സെക്രട്ടറിയും ട്രഷററുമായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ 5 വർഷം എത്രയാണോ കാലാവധി ഉള്ളത് അത്രയും കാലം ഇവർ ഇത് ഹോൾഡ് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് ക്ലിയർ അല്ലേ കൺസെപ്റ്റ്?
ഓക്കെ, നെക്സ്റ്റ് വൺ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിന്റെ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോ 927 ഒരു 10 പേജും കൂടെ പഠിച്ച നമ്മുടെ ജൂസ് കഴിഞ്ഞു കേട്ടോ. 10 പേജ് എഴുതും. സോ അപ്പൊ നമ്മള് അടുത്ത ടോപ്പിക് നോക്കുകയാണ് രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്. വേഗം പോവാം. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് എ പേഴ്സൺ whose name is for the time being entered in the register of the state in which he is for time being residing or carrying on his profession or business of pharmacy. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രജിസ്റ്റേർഡ് ഫാർമസിയുടെ ഡെഫിനേഷൻ എന്താ? നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഫാർമസിയുടെ ഡെഫിനേഷൻ ഉണ്ടല്ലോ, എന്താ ഒന്ന് പറഞ്ഞേ. ആരായിരിക്കാം ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്? ആരാ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്? നമ്മുടെ കേരള സ്റ്റേറ്റ് നമുക്ക് രജിസ്ട്രേഷൻ തരുന്ന ഫാർമസി കോഴ്സ് 2 വർഷം 4 വർഷം 6 വർഷമോ പഠിച്ചു കഴിഞ്ഞ് ആർക്കും ആരാകാം. ഒരു മിനിറ്റ്. ആയിരിക്കും ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സൺ ഫോർ ടൈം ബീയിങ് നമ്മുടെ സ്റ്റേറ്റിന്റെ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിരിക്കുന്ന ഒരാളെ നമ്മൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്നാണ് കണക്കാക്കുക. ഈ പറയുന്ന ഡി ഫാമോ ബി ഫാമോ ഫാം ഡിയോ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാംസ് ഒക്കെ പാസ്സായി ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്ത ഒരാളെ ആ സെൻട്രൽ രജിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പേര് നമ്മൾ എൻട്രി ചെയ്യും. അങ്ങനെ പേര് എൻട്രി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അയാൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. അൺലെസ് അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒക്കെ ഒരു ചില സമയം ചിലപ്പോൾ അൺഎത്തിക്കൽ പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കട്ട് ചെയ്യും. സോ എത്ര നാളാണോ അയാളുടെ പേര് ആ രജിസ്റ്ററിൽ കിടക്കുക, ഓക്കെ, എത്ര നാൾ രജിസ്റ്റർ അയാളുടെ പേരുണ്ടോ ഇത്രയും നാൾ അയാൾ ആരാണ്? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, then according to Pharmacy Act 1948 under chapter 4 രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കാണ് അതിനുള്ള അതോറിറ്റി? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. സ്റ്റേറ്റ് കൗൺസിലിന്റെ രജിസ്റ്ററിലേക്ക് പേര് എൻട്രി ചെയ്യുന്നതിനകത്തുള്ള അനുവാദം കൊടുക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ആ രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഒന്ന്, ഫുൾ നെയിം വേണം. ഫുൾ നെയിം ആൻഡ് റെസിഡൻഷ്യൽ. Okay, full name and residential address. Then the date of his first entry in the register, his qualification for registration, his professional address, and if he is employed by any person, all the pere. Such further particulars may be prescribed. Okay. എന്തൊക്കെ വേണം? പേര്, അഡ്രസ്, ഏത് കോഴ്സാണ് പഠിച്ചത്, എന്നാണ് രജിസ്റ്ററിൽ പേര് എൻറ്റർ ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫർദർ പർട്ടിക്കുലേഴ്സ് നമുക്ക് പിന്നീട് പ്രിസ്ക്രൈബ് ചെയ്യാമെന്നാണ് ആ രജിസ്ട്രേഷനില് ആ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിൽ നിങ്ങൾ നമ്മുടെ KSPCയുടെ സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്ചർ കിട്ടും. ആ പ്രൊഫൈൽ പിക്ചർ മനസ്സിലെടുക്കുക. പേര്, അഡ്രസ്, ഏത് കോഴ്സ്, എവിടെ പഠിച്ചു, ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നു, ഇനി എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോവാണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ താഴെ ഇങ്ങനെ കിടപ്പുണ്ടാവും അല്ലെ. അത്രേ ഉള്ളൂ. ഇനി പ്രിപ്പറേഷൻ ഫോർ ഫസ്റ്റ് രജിസ്റ്റർ. സോ രജിസ്റ്ററിന്റെ കാര്യം അത്രേ ഉള്ളൂ. നമ്മുടെ പേര്, അഡ്രസ്സ്, എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു, ആരുടെ അടുത്ത് ഇപ്പൊ ജോലി ചെയ്യുന്നു, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രജിസ്റ്ററിൽ എൻട്രി ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്. പ്രിപ്പറേഷനും ക്വാളിഫിക്കേഷനും നാളെ രാവിലെ നമുക്ക് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷെഡ്യൂളുകളാണ് കേട്ടോ. നമ്മൾ എവിടെ വരെയാ ഷെഡ്യൂൾ പഠിച്ചേ? എ പഠിച്ചു ആപ്ലിക്കേഷൻ ഫോം, ബി പഠിച്ചു ഫീസ്, സി പഠിച്ചു ബയോളജിക്കൽസ്, ഡി പഠിച്ചു ഡ്രഗ്സ് എക്സ്റ്റെൻഡ് ഫ്രം ഇമ്പോർട്ടർ. ദെൻ ഇ എന്ന് പറയുന്നത് ഇവിൽ. ഇവിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആയുർവേദ, സിദ്ധ, യുനാനി പോലുള്ള സിസ്റ്റത്തിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാര്. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിന് തന്നെ വിവിധ ഘട്ടം. എഫ് ഞാൻ പറഞ്ഞായിരുന്നോ? എം വരെ പറഞ്ഞായിരുന്നു. സോ എഫ് എന്ന് പറഞ്ഞാൽ ഓർക്കണം, നമ്മള്
ബ്ലഡ് ബാങ്ക്, ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെയാണ് എഫിനകത്ത് എഫ് എന്ന് പറയുമ്പോൾ മാത്രം വരുന്നത്. ഓക്കെ, F1 എന്ന് പറഞ്ഞാൽ എന്താ? F1 വാക്സിൻസ്, വൈറൽ സേറ, ടോക്സോയിഡ്സ്, ടോക്സിൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ F1. F എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജിക്കൽസ്. F1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാക്ടീരിയൽസ്. അല്ലെങ്കിൽ F എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്ന് ആലോചിച്ചാൽ മതി, ബ്ലഡ് പോലെയുള്ള സാധനം, ബ്ലഡ് ബാങ്ക്. ഓക്കെ, F എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്ക്. F1 എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ, ടോക്സോയിഡ്സ്, ദെൻ സെറം, അങ്ങനെയുള്ള സാധനങ്ങൾ. F2 എന്ന് പറയുമ്പോൾ ഞാൻ ക്ലൂ പറഞ്ഞിരുന്ന 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെ? ഡോക്ടറും പേഷ്യന്റും. ഇവിടെ ഡ്രസ്സിംഗ് ആണ് നടക്കുന്നത്, സർജിക്കൽ ഡ്രസ്സിംഗ്. F3 എന്ന് പറഞ്ഞാൽ അറിയാലോ, അംബിലിക്കൽ ടേപ്പ്. അംബിലിക്കൽ ടേപ്പിനകത്ത് ആരൊക്കെ വരും? അമ്മയും കുട്ടിയും ചൈൽഡും. സോ ഇറ്റ് ഇസ് F3. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ J, ഗോഡിന്റെ സൂപ്പർവിഷൻ. ഷെഡ്യൂൾ H, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഓൺലി. ഷെഡ്യൂൾ J അറിയാലോ, ഡിസീസ് അല്ലെങ്കിൽ എയിൽമെന്റ്സ് വിച്ച് കനോട്ട് ബി ക്യൂർഡ് യൂസിങ് അലോപ്പതി. ഷെഡ്യൂൾ K എന്ന് പറഞ്ഞാൽ എന്താ? കിങ് ആണ്, കുലപതിയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സംഷൻസ് കൊടുക്കാം. ഇപ്പം എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചില മാനുഫാക്ചറിങ് പ്രോട്ടോകോൾസ് ഒന്നും ഇവൻ ഫോളോ ചെയ്യണ്ട എന്നൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഷെഡ്യൂൾ M ആണ് പറയുന്നത്. ഷെഡ്യൂൾ M എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ഷെഡ്യൂൾ L എന്ന് പറഞ്ഞാലോ, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്. ഓക്കെ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് നല്ല പ്രാക്ടീസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്, ഇനി എന്തൊക്കെ ചിട്ടകൾ അതിനകത്ത് ഫോളോ ചെയ്യണം എന്നാ പറയുന്നത്. സോ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിന്റെ അകത്ത് ഫാക്ടറി പ്രിമിസസ്, പ്ലാന്റ്, എക്യുപ്മെന്റ്സ്, അതൊക്കെ എങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഷെഡ്യൂൾ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. M1 എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്കകത്തുള്ള പ്രിപ്പറേഷൻ, ഫാക്ടറി എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് എന്തൊക്കെയായിരിക്കണം, എക്യുപ്മെന്റ്സ് എന്തൊക്കെ ഉപയോഗിക്കണം. M1 ഹോമിയോപ്പതിയാ പറയുന്നത്. M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് എങ്ങനെ വേണം എന്നാണ് M2 പറയുന്നത്. M3 എന്ന് പറഞ്ഞ മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കൂലെ, മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുന്നതിന് മാനുഫാക്ചറിങ് റെഗുലേഷൻസ് ആണ് ഒരു മിനിറ്റ്. നമ്മളിപ്പോ പറഞ്ഞത് ഷെഡ്യൂൾ M ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്ത പോലെ, നമ്മൾ ഷെഡ്യൂൾ Fന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത പോലെ ഷെഡ്യൂൾ M-നെയും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. മാനുഫാക്ചറിങ് ആണെന്ന് M കാണുമ്പോഴേ മനസ്സിലാക്കണം. M1ഉം M2 M3 ഉണ്ട്. M1 എന്താ? ഹോമിയോപ്പതി. M2 എന്താ? കോസ്മെറ്റിക്സ്. M3 എന്താ? മെഡിക്കൽ ഡിവൈസ്. ഇവരെയൊക്കെ എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം എന്നാണ് GMP അല്ലെങ്കിൽ എം എന്നുള്ള ഷെഡ്യൂളിനകത്ത് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഷെഡ്യൂൾ N ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് ആലോചിക്കുക, നമ്പർ. അപ്പം എത്ര എക്യുപ്മെന്റ്സ് വേണം, ഒരു ഫാർമസി റൺ ചെയ്യാനായിട്ട് എത്ര എക്യുപ്മെന്റ്സ് വേണം എന്നൊക്കെ ഉള്ളതാണ് ഷെഡ്യൂൾ N-നകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഷെഡ്യൂൾ O. ഷെഡ്യൂൾ Oയ്ക്ക് ഒരു ക്ലൂ ഇടുക, മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, സോ ഷെഡ്യൂൾ O എന്ന് പറയുന്നത് എന്താണ്? ഡിസിൻഫെക്റ്റൻസ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എത്ര എണ്ണം, എങ്ങനത്തെ യൂസ് ചെയ്യാം, എത്ര നാൾ യൂസ് ചെയ്യാം, എത്ര കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെയാണ് ഷെഡ്യൂൾ Oയിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഷെഡ്യൂൾ P. ഷെഡ്യൂൾ Pയില് P-യും ഉണ്ട്, P1 ഉണ്ട്. Pക്കകത്ത് പറയുന്നത് ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്, ഒരു ഡ്രഗ് എത്ര നാൾ സ്റ്റോക്ക് ചെയ്യണം, അതൊക്കെയാണ് ഷെഡ്യൂൾ Pക്കകത്ത് പറയുന്നത്. ഷെഡ്യൂൾ P1ന്റെ അകത്ത് പറയുന്നത് പാക്ക് സൈസാ. പാക്ക് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റിന്റെ ഒരു പാക്കിൽ എത്ര mg കൊള്ളാം, ഒരു ആംപ്യൂളിൽ എന്തോരം കൊള്ളാം, ഒരു വയലില് എത്ര ml വരെ ആകാം, ഒരു സിറപ്പില് എത്ര ml കണ്ടെയ്ൻ ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കാവുന്ന സിറപ്പിൽ എത്ര ml വരെ ആകാൻ പാടുള്ളൂ, ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് പാക്ക് സൈസ്. അത് P1 ആണ്. ടൈം പീരീഡ് അല്ലെങ്കിൽ ലൈഫ് പീരീഡ് പറയുന്നതാണ് P. ഓക്കെ, ഇനി അടുത്തത് Q എന്നതിന് ക്ലൂ ഇട്ട് വയ്ക്കുക, കളർ. Q എന്ന് പറയുന്നത് Q ആണ്, പക്ഷെ പറയുമ്പോൾ Q കളർ.
കോർഡിനേറ്റ് ചെയ്യാലോ കളർ ക്യൂ. സോ കളർ എന്ന് പറയുന്നത് കോൾട്ടാർ ഒക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോ കളർ ഓർക്കാനായിട്ട് കേട്ടോ. സോ ഇത് പറയുന്നത് ഓരോ ഡൈയുടെ കളറുകള്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, കോസ്മെറ്റിക്, എന്ത് സാധനം ആയിക്കോട്ടെ ഇതിനകത്ത് ഏതൊക്കെ കളറുകൾ ഉപയോഗിക്കാം എന്നുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ക്യൂ. കളർ ഓക്കെ. നെക്സ്റ്റ് ഷെഡ്യൂൾ 6 കൂടെ പറഞ്ഞിട്ട് നമുക്ക് അത്രയും 6 വരെ വിളിക്കാം. ഷെഡ്യൂൾ 6 ഉണ്ട്, 6(1) ഉണ്ട്. രണ്ടും 6 എന്ന് പറയുമ്പോൾ റബ്ബർ കോണ്ടം എന്ന് ആലോചിക്കുക. റബ്ബർ കോണ്ടം. ഓക്കെ, 6 ഉണ്ട്, 6(1) ഉണ്ട്. 6 എന്ന് പറയുമ്പോഴേ കോണ്ടംസ് എന്ന് ആലോചിക്കുക. 6 എന്ന് പറയുന്നത് ഈ റബ്ബർ ലാറ്റക്സ് ഉണ്ടല്ലോ, കോണ്ടം തന്നെ റബ്ബർ ലാറ്റക്സ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. സോ ഈ റബ്ബർ ലാറ്റക്സിന്റെയും മറ്റ് മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സിന്റെയും ഒക്കെ സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് പറയാ ഷെഡ്യൂൾ 6 പറയുക. ഷെഡ്യൂൾ 6 നമ്മൾ പറയുന്നത് മെഡിക്കൽ ഡിവൈസിന്റെ സ്റ്റാൻഡേർഡാ പറയുന്നത്. ഷെഡ്യൂൾ M3 നമ്മൾ മെഡിക്കൽ ഡിവൈസിന്റെ മാനുഫാക്ചറിങ് ആ പറഞ്ഞത്. ഷെഡ്യൂൾ 6(1) മെഡിക്കൽ ഡിവൈസസിന്റെ നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ, ഷെഡ്യൂൾ 6(1) വരെ പറയാം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഫാർമസി ഇരുന്നപ്പോ നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചു. അടുത്ത ഫാർമക്കോളജി എടുക്കുമ്പോൾ അത് പറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ജൂറിസിന്റെ പഠിച്ചു, കുറച്ച് ഷെഡ്യൂൾസ് പഠിച്ചു കേട്ടോ. നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവേ. നമുക്ക് ജൂറിസ് ഇങ്ങനെ നീക്കാൻ പറ്റുള്ളൂ, ഒരുപാട് എടുക്കാൻ പറ്റില്ല. എനിക്ക് വോയിസ് ഇല്ല, നിങ്ങൾക്ക് മടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നാളെ രാവിലെ 6:30 to നമുക്ക് എടുക്കാം ജൂറിസിന്റെ അടുത്തൊരു ചെറിയ പോർഷൻ. 1 മണിക്കൂർ വെച്ചാകുമ്പോൾ നിങ്ങൾക്ക് വലിയ പാടും വരുന്നില്ല, കുറച്ച് ടോപ്പിക്സേ വരുന്നുള്ളൂല്ലോ. പിന്നെ എന്തോ ഞാൻ പറയാൻ വന്നല്ലോ, ഞാൻ DSBM ഒന്നെങ്കിൽ DSBM-ന്റെ കുറച്ചും നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുവേ. DSBM ഉണ്ട്, നമുക്ക് തീർക്കാൻ പെൻഡിങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, സോ ജൂറിസും DSBM-ഉം ഒന്നെങ്കിൽ രാവിലെ വൈകുന്നേരമായിട്ട് എടുക്കും, ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഞാൻ 2 hour ആയിട്ട് എടുക്കാം. നോക്കിയിട്ട് പറയാം. ഓക്കെ.